പ്രിയ അക്ബർ ഭായ്, നമസ്കാരം. നിങ്ങളൊരു ഇസ്ലാം മത വിശ്വാസിയും ഞാനൊരു ഹിന്ദുവാണ്. എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? അടിസ്ഥാനപരമായിട്ട് ഹിന്ദുവും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളും ഞാനും ഇന്നാട്ടിലെ സകല മനുഷ്യന്മാരും മനുഷ്യന്മാരായിട്ട് തന്നെയാണ് ജനിച്ചത്. അമ്മയുടെ വയറ്റിൽ നിങ്ങൾ ഉമ്മ എന്ന് പറയും. 10 മാസം ധരിച്ച് നമ്മളെല്ലാം നൊന്ത് പ്രസവിച്ചു. ഒരു 4 വയസ്സായപ്പോൾ നിങ്ങൾക്ക് ലിംഗത്തിൻ്റെ അഗ്രകർമ്മം നഷ്ടപ്പെട്ടു. സുന്നത്ത് കർമ്മം എന്ന് പറയും. അതോടുകൂടി നിങ്ങൾ ഇസ്ലാമായി. ഞാനൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഹിന്ദുവായി ജനിച്ച്, ഹിന്ദുവായി ജീവിച്ച്, ഹിന്ദുവായി മരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസപ്രകാരം സൃഷ്ടാവ് സൃഷ്ടിയിൽ പൂർണ്ണനല്ല. പൂർണ്ണനായിരുന്നുവെങ്കിൽ ലിംഗത്തിൻ്റെ അഗ്രകർമ്മം നിങ്ങൾ കട്ടിയില്ല. അപ്പോൾ അപൂർണനായ സൃഷ്ടാവ് സൃഷ്ടിച്ചു, പൂർണ്ണനായ മനുഷ്യൻ അത് തിരുത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിന് നിങ്ങളതിലൊരു മറുപടി ഉണ്ട്. മിസ്റ്റർ MM അക്ബർ പറഞ്ഞ മറുപടിയാണ്. അതിങ്ങോട്ട് വിളമ്പണ്ട. അതിതാണ്, മനുഷ്യന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ നീണ്ടു നീണ്ടു വരാറുണ്ടല്ലോ, അവനത് വെട്ടിമാറ്റാറുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് MM അക്ബർ. അത് നഖം, മുടിയൊക്കെയാണ് ഉദ്ദേശിച്ചത്. കോശങ്ങളില്ലാത്ത ശരീരഭാഗങ്ങൾ അനന്തമായിട്ട് വളരും. അത് വെട്ടിമാറ്റുമ്പോൾ വേദന ഉണ്ടാവില്ല. അക്കൂട്ടത്തിൽ ഒന്നാണോ പുരുഷലിംഗം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിൽ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നീട് നിങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങി. കാരണം നിങ്ങളുടെ പിതാവ് മാതാവൊക്കെ എന്ത് കർമ്മമാണോ ചെയ്തത്, എൻ്റെ അച്ഛനും അമ്മയും എന്ത് കർമ്മമാണോ ചെയ്തത്, നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുവായി, നിങ്ങൾ മുസ്ലിമായി. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ശരീരത്തിൽ ഉണ്ടായിരുന്ന വ്യത്യാസം, നിങ്ങളുടെ സുന്നത്ത് കർമ്മം നിങ്ങൾക്കുണ്ട്, എനിക്കതില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ഹിന്ദു ധർമ്മത്തിൽ അതില്ല. അപ്പം അങ്ങനെ വളർന്ന് വന്നപ്പോൾ നിങ്ങളും ഞാനും കച്ചവടക്കാരായി. നമ്മൾ ഒരേ ടൗണിൽ കച്ചവടം ചെയ്യുന്നു. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ ഈ ആശയങ്ങൾ തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഹിന്ദുവായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ശരിയാണ്, നിങ്ങളും ശരിയാണ്, ഞാനും ശരിയാണ്. ഇസ്ലാമായ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ് എന്ന്. ഇതാണ് അടിസ്ഥാനപരമായി ഹിന്ദുവും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാം മത വിശ്വാസപ്രകാരം ഹിന്ദുവായ എനിക്ക് സ്വർഗമാണോ നരകമാണോ? നിങ്ങളുടെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല, പക്ഷേ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു പോയാൽ നരകം കിട്ടും. അപ്പം ഞാൻ ഗുരുവായൂരപ്പ എന്നും ശബരിമല അയ്യപ്പ എന്നും ഒക്കെ വിളിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് നരകം കിട്ടും. ഇനി എനിക്ക് നരകമായിക്കോട്ടെ, സംഖ്യയാണല്ലോ, നരകമായിക്കോട്ടെ. ഇസ്ലാം മത വിശ്വാസപ്രകാരം മഹാത്മാഗാന്ധിക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ? ഖുറാനിൽ പറയുന്നു ആർക്കെല്ലാം നരകം കിട്ടുമെന്ന് പറയുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം. ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം, ഹറാമായ ഭക്ഷണം, അതായത് പന്നിമാംസം അടക്കമുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം, മദ്യപാനികൾക്ക് നരകം. ഇങ്ങനെ കുറെ നരകം പറയുന്നുണ്ട് ഇതിൽ. അപ്പൊ അതിൽ ഒന്നാമത്തെ ഗണത്തിലാണ് ദൈവത്തിന് രൂപമുണ്ടാക്കുന്ന വിഗ്രഹാരാധകന് നരകം. മഹാത്മാഗാന്ധി വിഗ്രഹാരാധകനാണ്. അപ്പൊ നിങ്ങൾ ഇസ്ലാമായ എൻ്റെ സുഹൃത്തായ അക്ബർ വിശ്വസിക്കുന്നു എത്ര നല്ലവനാണെങ്കിലും അയാൾ ഇസ്ലാമിന്റെ ആരാധന തുടരുന്നില്ല എങ്കിൽ അവർക്ക് നരകമേ കിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഹിന്ദുവായ ഞാൻ എന്താ വിശ്വസിക്കുന്നത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അമ്പലത്തിൽ പോയത് കൊണ്ടോ പള്ളിയിൽ പോയത് കൊണ്ടോ അല്ല. നിന്റെ കർമ്മം പുണ്യമാണെങ്കിൽ അതിന്റെ പുണ്യകർമ്മത്തിന്റെ ഫലം നിനക്ക് കിട്ടും. നിന്റെ കർമ്മം പാപമാണെങ്കിൽ അതിന്റെ ഫലം നിനക്ക് കിട്ടും. അത് സ്വർഗമോ നരകമോ വല്ലതും ആയിക്കൊള്ളട്ടെ. അപ്പൊ ഇവിടെയാണ് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക്, പുണ്യപാപകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിനക്ക് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഫലം കിട്ടുന്നത്. എന്നാൽ ഇസ്ലാം പറയുന്നു 80% ഹിന്ദുക്കളും തെറ്റാണ്. വിഗ്രഹാരാധകരാണെങ്കിൽ നിങ്ങൾക്ക് നരകമേ കിട്ടൂ. അപ്പൊ നമ്മളുടെ പ്രധാന വ്യത്യാസം എന്താണ്? നമ്മൾ വളർന്നു, നമ്മൾ മതം പഠിച്ചപ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മതം പഠിച്ചപ്പോൾ നിങ്ങൾ എന്നെ വെറുക്കാൻ പഠിപ്പിച്ചു. നിങ്ങളുടെ മതം എന്താ ചെയ്യുന്നത്? ഹിന്ദുവിനെ വെറുക്കാൻ പഠിപ്പിച്ചു. വിഗ്രഹാരാധന നിങ്ങൾ എന്നെ വെറുക്കുന്നുണ്ടോ, നമ്മൾ തമ്മിൽ സ്നേഹമുണ്ടോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മതം നിങ്ങളോട് പറയുന്നു വിഗ്രഹാരാധകരുമായിട്ട് കൂട്ടുകൂടരുത്, വിഗ്രഹാരാധകന് നരകമാണ് കിട്ടുക. അപ്പോ ഒരു കാര്യം തീരുമാനിച്ചു, ഇസ്ലാമായ നിങ്ങൾക്ക് സ്വർഗവും ദൈവവിശ്വാസിയും എന്നാൽ ദൈവത്തെ ക്ഷേത്രത്തിലൂടെ ആരാധിക്കുന്ന എനിക്ക് നരകവും. ഇനി നിങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പിലെ ദിനേശന് സ്വർഗമാണ് കിട്ടുക നരകമാണ് കിട്ടുക? നമ്മളെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കുറെ ആളുകളുണ്ടല്ലോ, നമ്മുടെ സഹപ്രവർത്തകന്മാർ. ഇവര് ഹിന്ദുക്കൾക്ക് പണി തരുന്നവരാ. തക്കം കിട്ടുമ്പോഴൊക്കെ പണി തരും. പക്ഷെ ഇവൻ സ്വർണം ധരിച്ചിട്ടുണ്ട്, അവന്റെ കൈയുടെ മുകളിൽ വിവാഹമോതിരമുണ്ട്. ഇയാൾക്ക് സ്വർഗാണോ നരകാണോ കിട്ടുക? അപ്പോൾ നിങ്ങളുടെ മുസ്ലിമിന് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കുന്ന ഈ കോൺഗ്രസ്സുകാരുണ്ട്. അവിടെ കുറെ കോൺഗ്രസിന്റെ നേതാക്കന്മാര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ഹിന്ദുക്കളാണേ. ഇവരെല്ലാവരും സ്വർണം ധരിച്ചിട്ടുണ്ട്.
ഇസ്ലാം മത വിശ്വാസപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പടുപണിയെടുക്കുന്ന ഇവർക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ? ഞാൻ ഖുർആൻ നോക്കി വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു മതം പഠിച്ചപ്പോൾ സ്വർണം ധരിക്കുന്ന പുരുഷന് നരകമാണ് നിങ്ങൾ വിധിച്ചിരിക്കുന്നത്. ഞാൻ സ്വർണം ധരിച്ചാലും ഇരുമ്പ് ധരിച്ചാലും ചെമ്പ് ധരിച്ചാലും അതൊന്നും സ്വർഗ നരകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അനേക ലോഹങ്ങളുണ്ട്, ആ കൂട്ടത്തിലൊന്നും സ്വർണത്തിന് കുറച്ച് വാല്യൂ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണത്തെ നമ്മളങ്ങനെ ഒരു മൂല്യമായിട്ട് കണക്കാക്കുന്നു എന്ന് മാത്രം. പ്രകൃതിയിൽ അനേകം മൂലകങ്ങളിൽ ഒന്നുകൊണ്ട് ഒരു വളയുണ്ടാക്കി അല്ലെങ്കിൽ ഒരു മോതിരമുണ്ടാക്കി ധരിക്കുന്നവന് നരകം കിട്ടുമെന്ന് പറയാൻ നിങ്ങളുടെ മതത്തിന് എന്താ നിങ്ങളുടെ മതത്തിന്റെ കാഴ്ചപ്പാട്? ആലോചിച്ച് നോക്കൂ, ഇത്ര ബാലിശമാണോ നിങ്ങളുടെ മതം? അപ്പൊ നിങ്ങൾ പഠിച്ചു വളർന്നപ്പോൾ നിങ്ങളുടെ മതം പഠിപ്പിച്ചു വിഗ്രഹാരാധക നരകം, സ്വർണം ധരിക്കുന്ന പുരുഷൻ നരകം. ഇനി നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഹിമാലയക്ക് അടുത്തുള്ള അച്ചായനില്ലേ, നിങ്ങളുടെ വിശ്വാസപ്രകാരം ആ അച്ചായന് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ? പന്നി മാംസം ഭക്ഷിക്കുന്നവന് നരകം. ഖുറാനിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹറാമായ ഭക്ഷണം കഴിക്കുന്നവന് നരകാണ്. ഹറാമായ ഭക്ഷണം എന്തൊക്കെയാണ്? ഹലാലും ഹറാമും. നിങ്ങളിപ്പോൾ എല്ലാ ഹോട്ടലിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഹലാൽ എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഇങ്ങോട്ട് കയറേണ്ട എന്നാണ് അർത്ഥം. പക്ഷേ കുറെ ഞങ്ങളുടെ കൂട്ടത്തിൽ മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഹലാൽ എന്ന് വെച്ചാൽ വിശുദ്ധമായത്, അതായത് ഇസ്ലാം മത വിശ്വാസപ്രകാരം അറുക്കപ്പെട്ട മൃഗങ്ങളുടെ ഇറച്ചി മാത്രമേ ഇവിടെ പാചകം ചെയ്യുന്നുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതാണ് ഹലാൽ. ഹറാം എന്ന് വെച്ചാൽ നിഷിദ്ധമായത്, ഇസ്ലാമിന് നിഷിദ്ധമായത്. അപ്പോൾ ഹറാമായ ഭക്ഷണം കഴിക്കുന്നവന് നരകമാണെങ്കിൽ നമ്മുടെ പാവ അച്ചാൻ എന്ത് കിട്ടും? നിങ്ങളുടെ വിശ്വാസപ്രകാരം നരകം കിട്ടും. പന്നിമാംസം കഴിക്കുന്ന ആളാ, വിലങ്ങട്ടയാരനാണ്, ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. നിങ്ങൾക്ക് പോത്തിറച്ചി പോലെ തന്നെ അവർക്ക് പന്നിയിറച്ചി വളരെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ പോർക്കിനെ കഴിക്കുന്നുണ്ട്, പന്നിയെ കഴിക്കുന്നുണ്ട് നരകം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, അക്ബർ ബായി എൻ്റെ സുഹൃത്താണ്. അക്ബർ ബായിയുടെ കർമ്മത്തിനനുസരിച്ച് സ്വർഗമോ നരകമോ കിട്ടാം. പക്ഷെ അക്ബർ ബായി വിശ്വസിക്കുന്നു ഇവൻ എത്ര നല്ലവനാണെങ്കിലും ഇവൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഇവന് നരകം. അപ്പുറത്ത് അച്ചായൻ എത്ര നല്ലവനാണെങ്കിലും അവൻ പന്നിയുടെ മാംസം കഴിക്കുന്നുണ്ട്, നരകം. ഇപ്പുറത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എത്ര നല്ലവനാണെങ്കിലും കയ്യിൽ സ്വർണ്ണമോതിരം ധരിച്ചുകൊണ്ട് നരകം. എന്ത് മതാണിത് സുഹൃത്തെ? ഇതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഒന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.